ഇന്ന് നമുക്ക് സേമിയ ഉപ്പുമാ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 250 ഗ്രാം വറുത്ത വെർമിസെലി എടുത്തിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയെടുത്തതാണ്, സവാള നീളത്തിൽ അരിഞ്ഞതും, ഇഞ്ചിയും വെളുത്തുള്ളിയും കൊത്തി അരിഞ്ഞതും, കറിവേപ്പിലയും, ആവശ്യത്തിന് വെള്ളവും, തേങ്ങ ചിരകിയതും എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കൊത്തി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച മണം ഒന്ന് മാറി കിട്ടിയാൽ മതി. അതുവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ പച്ച മണം മാറുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വഴണ്ട് വരുമ്പോൾ ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. അപ്പോൾ വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ചെറുതായിട്ടൊന്ന് മൂത്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒന്ന് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. അപ്പം നമുക്ക് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ സേമിയ ഉപ്പുമാവ് എന്ന് പറയുന്നത്. റവ ഉപ്പുമാവ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾക്ക് സേമിയ ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുത്താൽ അവർ നല്ല രുചിയോടുകൂടി അത് കഴിച്ചോളും, പെട്ടെന്ന് തന്നെ കഴിച്ചോളും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഇതൊന്ന് തിളച്ച് വരണം. ഇതിൽ ക്യാരറ്റും തേങ്ങയും സവാളയും ഒക്കെ ഒന്ന് നല്ലപോലെ വെന്ത് വരണം. അതുവരെ വെയിറ്റ് ചെയ്യാം. വെന്ത് തിളച്ചൊന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് വറുത്ത വെർമിസെലി ഇട്ട് കൊടുക്കാം. ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഈ സവാളയും തേങ്ങയും ക്യാരറ്റും എല്ലാം കൂടി നന്നായി യോജിപ്പിച്ച് നമുക്ക് 10 മിനിറ്റ് അല്ലെങ്കിൽ ഇത് വേവുന്നിട വരെ അടച്ച് വെച്ച് ഒന്ന് വേവിക്കുക. 10 മിനിറ്റ് എടുക്കുള്ളൂ ഇത് വേവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ്. അടച്ച് വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം നമുക്കിത്. അപ്പോൾ എന്ത് എളുപ്പമാണ് കേട്ടോ സേമിയ ഉപ്പുമാവ് തയ്യാറാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക.